ഹലോ. ഇന്ന് ഷൂ ഒക്കെ കെട്ടി എങ്ങനെയാണാവോ പോണെന്ന് വിചാരിക്കണ്ടാവൂലേ? വേറെ എവിടേക്കല്ല കേട്ടാ, ജിമ്മിനാണ് കേട്ടോ പോണത്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടാ, നമ്മുടെ നന്നുവാണ് കേട്ടോ ഉള്ളത്. ഇരിഞ്ഞാലക്കുടയ്ക്ക് പോണ വഴിയിലാണ് ഞങ്ങളുടെ ജിം കേട്ടാ. അപ്പം എപ്പോഴും പറയുമായിരുന്നു നന്നു അമ്മ ജിമ്മ് അച്ഛ ജിമ്മ് എന്ന് പറയാറുണ്ട് കേട്ടാ. അപ്പം അവൻ ഇതുവരെ ജിമ്മിനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അത് കാരണം ഇന്ന് ഫ്രീ ആയിപ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജിമ്മിലെത്തിയപ്പോൾ നന്നുവിനോട് ചോദിച്ചാൽ എവിടേക്കാണ് പോകണമെന്ന് വെച്ചപ്പോൾ ജിമ്മിലേക്കാണെന്ന് പറയണ കേട്ടാ. അവനാണെന്നുണ്ടെങ്കിൽ ഉള്ള ശക്തി മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ കാണിക്കുക. അവനാണെങ്കിൽ ജിമ്മിന് പോയിട്ട് ഞങ്ങൾ ചെയ്യണ പോലെയൊക്കെ അവൻ ജിമ്മ് പിടിക്കലും ചെയ്യലൊക്കെയാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജിമ്മിന് പോയിട്ട് ഒരു ദിവസം പോകാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. നന്നു ആണെന്നുണ്ടെങ്കിൽ ജിമ്മിന് വന്നിട്ട് ഉള്ള ഡമ്പലുകൾ മൊത്തം പൊക്കി താങ്ങിയെടുത്തുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ. 1 kg ഡമ്പലാണ് കേട്ടോ പൊക്കിക്കൊണ്ട് നടക്കണത്. പക്ഷെ അവന് ഒരു കനം ഉണ്ടായിരുന്നില്ല കേട്ടാ. ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവൻ വർക്കൗട്ട് ചെയ്യലും ബോൾ കളിക്കലൊക്കെയാണ് കേട്ടോ. ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ജിമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഡാൻസ് കളിക്കലാണ് കേട്ടോ. ഓരോ പാട്ട് വെച്ച് ഞങ്ങൾ ഡാൻസ് കളിക്കലാണ് കേട്ടോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ജിമ്മ് മുടക്കാറില്ല കേട്ടാ. ജിമ്മിന് പോകുമ്പോൾ കിട്ടണ ആത്മസംതൃപ്തി വേറെ ഒന്നിനും കിട്ടില്ല കേട്ടാ. നന്നുവിനാണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റും വെള്ളമൊക്കെ ആയിട്ടാണ് കേട്ടാ ഞങ്ങൾ ജിമ്മിലേക്ക് പോയിക്കണത്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കാലത്ത് പോകാൻ പറ്റാത്ത കാരണം ഉച്ച ടൈമിലാണ് കേട്ടാ ജിമ്മിന് പോയിക്കൊണ്ടിരുന്നത്. നന്നു ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡമ്പൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവനും ആ 1 kg 2 ഡമ്പൽ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അവനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യണ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് താങ്ങാൻ കൂടി പറ്റാനില്ല കേട്ടോ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനാണ് പോണത്. ജിമ്മൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു കരിക്ക് കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. നന്നു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഷെയ്ക്കിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ അത് വേണമെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കരിക്കും വെള്ളം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കരിക്ക് 3 ആളും കൂടി ഭാഗിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.